ഹലോ ഫ്രണ്ട്സ്, കേക്ക് ഗാലറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞങ്ങൾ സാധാരണയായിട്ട് ഷോപ്പിൽ ഉപയോഗിക്കുന്ന വിപ്പിംഗ് ക്രീം എന്ന് പറയുന്നത് റിച്ച് ഗോൾഡാണ്. നല്ല ഫിനിഷിംഗ് ഉണ്ട്. ടേസ്റ്റ് വൈസ് ആണെങ്കിലും ഐസ്ക്രീം ഫ്ലേവറാണ് നമുക്ക് കിട്ടുക. ഇന്നാണ് നമുക്ക് ആദ്യമായിട്ട് സൺവിപ്പ് കിട്ടിയത്. സൺവിപ്പ് റിച്ചിൻ്റെ തന്നെ ബ്രാൻഡാണ്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് യൂസ് ചെയ്യാൻ പോകുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ളത് എനിക്ക് അറിയില്ല, ഫസ്റ്റ് ട്രയലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. സാധാരണയായിട്ട് ഞാനിതുപോലെ തന്നെ ഈ ഒരു സ്റ്റാൻഡ് ബീറ്ററിൽ തന്നെയാണ് ഞാൻ എല്ലാ ക്രീംസും ബീറ്റ് ചെയ്തെടുക്കുന്നത്. നമ്മൾ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും ഒരു 24 hours എങ്കിലും മിനിമം ക്രീം ഫ്രിഡ്ജിൽ വെച്ചിരിക്കണം. അങ്ങനെ നല്ല ലൂസായ ക്രീം നല്ലപോലെ ഷെയ്ക്ക് ചെയ്തിട്ട് വേണം നമ്മൾ വിപ്പ് ചെയ്തെടുക്കാനായിട്ട്. അതുപോലെ അതിൻ്റെ സ്പീഡെന്ന് പറയുന്നത് ലോ തുടങ്ങി ഹൈ വരെയുണ്ട്. അപ്പോൾ ലോ സ്പീഡ്, മീഡിയം സ്പീഡ്, ഹൈ സ്പീഡ്. ലോയിൽ നിന്ന് തുടങ്ങി ഹൈയിൽ വരുമ്പോൾ സ്റ്റോപ്പ് ചെയ്യുക. നമുക്ക് വേണ്ട കൺസിസ്റ്റൻസി ഏതാണെന്ന് വെച്ചാൽ അതിലെത്തുമ്പോൾ നിർത്തുക. ചിലർ സോഫ്റ്റ് പീക്കായിരിക്കും എടുക്കുക, ചിലർ സ്റ്റിഫ് പീക്കായിരിക്കും. അപ്പം നമ്മളിതിൻ്റെ ഒരു ഫിനിഷ് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു കേക്കിൽ ഫ്രോസ്റ്റിങ്ങും കൂടെ ചെയ്ത് നോക്കണം. ഇതൊരു 1 kg വരുന്ന മാംഗോ ഫ്ലേവറിൽ ചെയ്തിരിക്കുന്ന കേക്കാണ്. ഫില്ലിങ്സ് കൊടുത്തിരിക്കുന്നത് മാംഗോ ആണ്. അപ്പോൾ നമ്മളിതിനകത്ത് ഐസിങ് മെഷീനിൽ നമ്മൾ കേക്ക് വച്ച് കഴിഞ്ഞിട്ട് എക്സസ് ആയിട്ട് പോർഷൻസ് എന്തെങ്കിലും പുറത്തേക്ക് തള്ളി നിൽപ്പുണ്ടെങ്കിൽ നമ്മളൊരു നൈഫ് വെച്ചിട്ട് അതൊന്ന് ലെവലാക്കി കൊടുക്കണം. എക്സസ് പോർഷൻസ് കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ ഞാനങ്ങനെ മാറ്റിയിട്ട് ഞാൻ സാധാരണ രീതിയിൽ നമ്മൾ ടേൺ ടേബിളിൽ നമ്മൾ ക്രീം അപ്ലൈ ചെയ്യുന്ന പോലെ തന്നെയാണ്. ടേൺ ടേബിളിൽ നമ്മൾ കേക്ക് ചെയ്യുമ്പോൾ എങ്ങനെയാണ് വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്യുന്നത് ആ രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. നമുക്ക് വേറെ ബിസി ഒന്നുമില്ല എങ്കിൽ നമുക്ക് പൈപ്പിംഗ് ബാഗിലെടുത്ത് ഒത്തിരി സമയമെടുക്കും, സ്ലോ പ്രോസസ്സാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് ചെയ്യാത്തത്. നമുക്ക് ഡെയിലി ഒരു 10-20 കേക്കൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ പൈപ്പിംഗ് ബാഗിലെടുത്ത് വരുമ്പോൾ നമ്മുടെ ടൈം ഒരുപാട് പോകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ സാധാരണ നമ്മൾ ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ഞാനിപ്പോൾ ഈ ടേൺ ടേബിളിൽ ചെയ്ത് കാണിക്കുന്നത്. പിന്നെ ടോപ്പ് ലെവൽ ചെയ്യുന്നത് ഐസിങ് മെഷീൻ തന്നെയാണ്. സൈഡിൽ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ സ്ക്രേപ്പറാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ സാധാരണ രീതിയിൽ സ്റ്റോളിൽ വയ്ക്കാൻ എപ്പോഴും ഞാൻ ഈ ഒരു സൈഡ് സ്ക്രേപ്പർ വെച്ചിട്ട് തന്നെയാണ് സ്ക്രേപ്പ് ചെയ്തെടുക്കാറ്. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ഏകദേശം ഫിനിഷിങ് കഴിഞ്ഞിട്ടുണ്ട്, ഐസിങ് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കിതൊരു ബേസിലേക്ക് മാറ്റി വയ്ക്കാം. എന്നാലാണ് നമുക്കതിൻ്റെ ഒരു ഫിനിഷിങ് എന്തോരം ഉണ്ടോ നമുക്ക് മനസ്സിലാവുള്ളൂ. ഇത് റിച്ച് ഗോൾഡ് പോലെ തന്നെ നല്ലൊരു ഫിനിഷിങ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ടേസ്റ്റ് വ്യത്യാസമുണ്ട്. നമുക്കൊരിക്കലും ഗോൾഡിൻ്റെ ടേസ്റ്റ് നമുക്ക് സൺവിപ്പിന് കിട്ടില്ല. അത് പറഞ്ഞിട്ട് കാര്യമില്ല, അതങ്ങനെയാണ്. ഇനി നമ്മളിതിൻ്റെ മുകളിൽ മാംഗോ ഫ്ലേവർ ആയതുകൊണ്ട് തന്നെ നമ്മൾ വൈറ്റ് ട്രഫിളിൽ മാംഗോയുടെ കളറും ഫ്ലേവറും ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ടോപ്പിൽ ഒഴിച്ച് കൊടുത്ത് ഒന്ന് നമ്മൾ നൈഫ് ഉപയോഗിച്ചിട്ട് ലെവൽ ചെയ്ത് കൊടുത്തത് കേട്ടോ. ഇനി നമുക്കിതിന് ചെയ്യാനുള്ളത് ബോർഡർ ഡിസൈൻ കൊടുക്കുക, അതുപോലെ തന്നെ ടോപ്പിൽ നമ്മൾ ഗാർണിഷ് കുത്തിവെക്കുക എന്നുള്ളതാണ്. അപ്പോൾ സ്റ്റാർട്ട് നമ്മൾ പൈപ്പിംഗ് ബാഗിൽ വിപ്പിംഗ് ക്രീം എടുത്ത് നമ്മൾ ചെറിയ രീതിയിൽ ചെറുതായിട്ടൊന്ന് നമ്മൾ ബോർഡർ ഡിസൈൻ കൊടുത്ത് എടുക്കുന്നുണ്ട്. ആ ഒരു ബോർഡർ ഡിസൈൻ കൊടുക്കുമ്പോഴാണ് കേക്കിന് നല്ലൊരു വലിപ്പം നമുക്ക് ഫീൽ ചെയ്യാം. ഇനി നമ്മളതുപോലെ തന്നെ വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് നമ്മൾ ഉണ്ടാക്കിയെടുത്തതാണ് കേട്ടോ ഈ ഒരു ഗാർണിഷ് ഐറ്റംസ്. അപ്പോൾ അതും നമ്മൾ മുകളിൽ കുത്തിവെച്ച് കൊടുത്തു. അപ്പോൾ കേക്കിൻ്റെ ഓവറോൾ ലുക്ക് ഇങ്ങനെയാണ് വരുന്നത്. നല്ലൊരു ബെറ്റർ റിസൾട്ടായിരുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.